ഹായ് എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, ഇത് കുറേ പേര് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിക്വസ്റ്റ് തന്ന ഒരു ടോപ്പിക്കായിരുന്നു. വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളൊരു വിഷയം. അപ്പോൾ അത് മൂവ് ഓൺ ചെയ്യാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമുക്ക് ടാരോയോട് ചോദിച്ചിട്ട്, അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. 2 പൈൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, 1, 2. ഓക്കെ. അപ്പോൾ ഇൻറ്റ്യൂട്ടീവായിട്ട് ഒരു പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കാർഡ് എടുക്കാം. ഓക്കെ, അതിൽ നമുക്ക് ഓവറോൾ എനർജി എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് ഫർദർ നോക്കാം. ഹാങ്ഡ് മാനാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഒരുപാട് തോട്ട്സ് ഉണ്ട്, ചിന്തകൾ, ഒരുപാട് ചിന്തിക്കുന്ന ഒരാളാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റക്നെസ് കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. പക്ഷേ തിങ്ക് ചെയ്യും, ഒരുപാട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് തോട്ട്സ് ഉണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ എന്താ പറയുക, ഓൾ ഇൻ ദെയർ ഹെഡ്, അവരുടെ ഉള്ളിലാണിതെല്ലാം. പിന്നെ ഇതൊരു ഒരു ഹീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റൊരു ആംഗിളിലൂടെ ചിന്തിച്ചിട്ട് സ്വന്തം പോസിറ്റീവ്സും നെഗറ്റീവ്സും അനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ ഒരു ഹീലിങ്ങിനെ ചിലപ്പോൾ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് ബാക്കി കാർഡ്സ് എടുത്തിട്ട് നോക്കാം കേട്ടോ. ചിന്തിക്കുകയാണ് ഈ പേഴ്സൺ, വേണോ വേണ്ടേ എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ? പൈൽ നമ്പർ 1. എത്ര കാർഡുണ്ട്? 3 കാർഡുണ്ട്. ഓക്കെ, ഇതൊരു 9 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പേഴ്സണെ ഡ്രീംസിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. ഒരു ടെലിപ്പതി കണക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. ഇനി അത് ഡിസ്റ്റൻസ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെ ഹീൽ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചിന്തകളിൽ തന്നെ മുഴുകിയിരിക്കുന്ന അതായത് ഓവർ തിങ്ക് ചെയ്യാണ് ഒരുപാട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ട്രിഗർ ചെയ്തു, അതാണ് സംതിങ്. അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്ക്, ഒന്ന് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് നോക്ക് എന്ന് നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ വല്ലതും ഉണ്ടിട്ടാവാം. കാരണം ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. കമ്മ്യൂണിക്കേഷൻ ഇവിടെ
കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. സ്ട്രെസ് ഔട്ട് ചെയ്യുകയാണ് ഒരുപാട്. പക്ഷെ ഹീൽ ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. ഓക്കെ, ചിലപ്പോൾ അവരുടെ ഫാമിലി ട്രോമയോ മറ്റോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ് തന്നെ ആവാം. ഇത് മൂവ്മെൻറ്റിനെ കൂടെ കാണിക്കുന്നതാണ്. ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇപ്പോൾ കറൻ്റ് ഏത് ലൊക്കേഷനിലാണോ അവിടെ നിന്ന് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. 8 of Wands. Queen of Cups. Again 8 of Wands. Okay. 7 of Swords. ഓക്കെ, 7 ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ഒരു ചീറ്റിംഗ് എനർജി പോലെയാണ്. പക്ഷേ അത് നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നല്ല. അതായത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും, അതായത് ചിലപ്പോൾ കള്ളങ്ങൾ വല്ലതും പറയുകയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുകയോ ചെയ്തിട്ടുണ്ടാവാം ഈ പേഴ്സൺ. ഓക്കെ, ചിലപ്പോൾ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഫൈനാൻഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പോലെ നിങ്ങളുമായിട്ടുള്ള ഇഷ്യൂസ് എന്നാൽ ഹീൽ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി എന്താ പറയുക, എഫേർട്ട് ഇടുന്നില്ല. ഓക്കെ, എല്ലാം അവരുടെ ചിന്തകളിൽ മാത്രമാണ്. കാരണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സത്യത്തിലൊരു കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതിന് ഉപരി ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു പേടിയുണ്ടാവാം. അതായത് അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ വന്ന് കോണ്ടാക്റ്റ് ചെയ്യട്ടെ, അവർ തിരിച്ചു വരട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. കാരണം ചീറ്റിംഗ് എനർജി പോലെ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചില പേർക്ക് തേർഡ് പാർട്ടി ചിലപ്പോൾ അതിന് എൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. തേർഡ് പാർട്ടിയിൽ പെട്ടിട്ട് അതിപ്പോൾ വേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിൽ അത് എൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ചില ഫ്രണ്ട്സിനെ കട്ട് ചെയ്യുന്നതും ആവാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണെ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങളെ ഇവർ കാണുന്നത് കുറച്ച് ദേഷ്യമുള്ള ഒരാൾ. ദേഷ്യം മീൻസ് നിങ്ങൾ പുറമേ നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ ഒരു എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തോട്ട്സിനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ്. അതായത് കട്ട് ഔട്ടായിട്ട് സംസാരിക്കുക എന്ന് പറയില്ലേ, ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ സംസാരിച്ചു കളയും. അപ്പോൾ ആ ഒരു ദേഷ്യ സ്വഭാവം ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള പോലെ നിങ്ങൾക്ക് അവരോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ഒരു തോന്നലും ഉണ്ട്. അപ്പോൾ ചിലപ്പം ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ ആയിരിക്കാം. കളക്റ്റീവ് റീഡിംഗ് ആകുമ്പോൾ ഒരുപാട് എനർജീസ് വരും, മെസ്സേജസ് വരും. അപ്പോൾ കിട്ടുന്നതെല്ലാം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് തോന്നുന്നില്ല അവരുടെ ഭാഗത്തുനിന്നൊരു മൂവ് ഉണ്ടാവുന്നു. നോക്കാം. അഗെയിൻ വന്ന കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത്
ഇതധികം എക്സ്പ്രസീവായൊരു എനർജി അല്ല. പൊസസീവ്നെസ് ഉണ്ട്, എൻ്റേതാണെന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവധികം എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, ടോറസ്, വിർഗോ, കേപ്രിക്കോൺ, അതായത് പെൻറ്റക്കിൾസ് എനർജി ആകുമ്പോൾ എർത്ത് എനർജിയാണ്. അധികം അങ്ങനെ എക്സ്പ്രസീവായിട്ടുള്ള ആൾക്കാരല്ല. നമുക്കിപ്പോൾ ഒരു കപ്സ് എനർജിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എർത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് ചിന്തിക്കുന്ന, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഭയങ്കര സ്നേഹമുണ്ട്. അത് പക്ഷേ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്, പുറത്തോട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു മൂവ് ഉണ്ടാവാൻ, അതായത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് പോയി, സോ നിങ്ങൾ തന്നെ തിരിച്ചു വരട്ടെ എന്നായിരിക്കും ചിന്തിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ട്, പക്ഷെ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രകൃതക്കാരനാണിത്, കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയ. പിന്നെ നല്ലതാണെന്നൊക്കെ കരുതിയിട്ട് കൂടെ നിർത്തിയിരിക്കുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവാം. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ അഡ്വൈസസ് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും അത് ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു പേടിയോ മറ്റോ ഉണ്ടാവും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഫൈനാൻഷ്യലി കുറച്ച് വീക്കാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണെന്നാ ഇഷ്ടം, അല്ലെ നിങ്ങളുടെ മുന്നിലൊരു വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവാം. ടെലിപ്പത്തിക്കലി കണക്റ്റഡ് ആണ്. ഒരു കാർഡ് കൂടി വേണം. ഹെർമിറ്റ് കാർഡാണ് വന്നത്, കണ്ടില്ലേ? ഇത് വല്ലാണ്ട് സെൽഫ് ഇൻട്രോസ്പെക്ഷനാണ് ഇവിടെ നടക്കുന്നത്. സ്വയം അനലൈസ് ചെയ്യാണ്, എന്താണ് തെറ്റ്, എവിടെയാണ് തെറ്റ്. വിർഗോ പോലെ തോന്നുന്നു. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഈസി അല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു ഏജ് ഗ്യാപ്പ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരാൾ ഇത്തിരി ഇമ്മച്ചുറാണ്. നിങ്ങളുടെ എനർജിയാണോ അവരുടെ എനർജിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് അവരെ കട്ട് ചെയ്തിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞതോ ചെയ്തതോ ആയ എന്തോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്തു എന്നുള്ളൊരു ചിന്ത ഇവർക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ഹോൾ പേഴ്സണാലിറ്റി അവർ ജഡ്ജ് ചെയ്യപ്പെട്ടു എന്നൊരു ചിന്ത അവർക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യാണ് ഇവർ. അതായത് നിങ്ങൾക്ക് മൊത്തം സ്റ്റോറി അറിയില്ല. ഓക്കെ, നിങ്ങൾക്കത് കേൾക്കാനും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഈ പേഴ്സൺ എനിക്ക് തോന്നുന്നു തിരിച്ചു വരാൻ ഇത്തിരി ടൈം തിരിച്ചു വരുമായിരിക്കും. പക്ഷെ അതിന് യൂണിവേഴ്സ് അതിൻ്റെ ഒരു ടൈമിംഗ് വെച്ചിട്ടുണ്ട്. നോക്കാം, ഒരു സെക്കൻഡ്. തിരിച്ചു വരുമോ ഇല്ലേ, ഒരു ഫൈനൽ ഔട്ട്കം തിരിച്ചു വരുമോ? 2 കാർഡ് വന്നു. 6 ഓഫ് കപ്സും വന്നു, 2 ഓഫ് പെൻറ്റക്കിൾസും വന്നു. അഗെയിൻ ജഗ്ലിംഗ് എനർജിയാണ്. വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ചിന്തിക്കുകയാണ്, ഇത് വേണോ അത് വേണോ, ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ. 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് ബോണ്ട് പോലെയാണ്. ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി മനസ്സിലൊരു ഇഷ്ടമുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് ബോണ്ട് പോലെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് സ്കൂളിലോ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചവരോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് അറിയുന്നവരോ,
ഇനി അങ്ങനെ അല്ല, ഇതൊന്നും അല്ല സിറ്റുവേഷനെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലത്തെ ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം ഇങ്ങനെ കിടന്ന് ചിന്തിക്കുന്നത്, ഇത് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ തിരിച്ചു പോകണോ വേണ്ടോ എന്നൊക്കെ. അതായത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം, അത് ഇത്രയും ഇങ്ങനെ കിടന്ന് ചിന്തിക്കുന്നത്. ഹെർമിറ്റ് കാർഡല്ലേ വരില്ല. ഓക്കെ, അപ്പം നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഫ്യൂച്ചർ ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം, ഹീലാവണം. അതിനൊക്കെ ശേഷമേ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കും. ഇപ്പം തന്നെ നമ്മൾ വേണോ വേണ്ടോ, ഇത് വരുമോ തിരിച്ചു വരുമോ എന്നില്ലയോ എന്നുള്ളത് നോക്കിയപ്പോൾ തന്നെ വീണ്ടും ജഗ്ലിങ് എനർജിയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് നമുക്കിപ്പോൾ ഒരു ആൻസർ തരുന്നില്ല, മനസ്സിലായല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഉണ്ട് സ്റ്റബേൺനെസ്. അപ്പോൾ ഈ പേഴ്സണ് കാര്യങ്ങളൊട്ടും റഷാക്കാനും താല്പര്യമില്ല. ഇത് ഭയങ്കര സ്ലോ ആണ് ഈ കാർഡ്. അപ്പോൾ വന്നാലും ചിലപ്പോൾ ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയ്ക്കായിരിക്കാം. അപ്പോൾ നിങ്ങളിത് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, കാരണം ചിലപ്പോൾ തിരിച്ച് വന്നാലും ഒരു അപ്പോളജി ചിലപ്പം പ്രതീക്ഷിക്കാതിരിക്കും. കൂടുതൽ അവർ ഓഫർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റണില്ല. സോ ഇത് നിങ്ങളുടെ ഡിസിഷനാണ്, വെയിറ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. കാരണം യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. ജഗ്ലിങ് എനർജി കാണിക്കും. ചിലപ്പോൾ അവരൊരു സ്റ്റേബിളായ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങളിതിനെ അധികം വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, വരുമ്പോൾ വരട്ടെ, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണമെന്ന് പറയാൻ പറ്റണില്ല. നമുക്കതിനൊരു കാർഡ് കിട്ടുന്നില്ല, അതാണ്. ചിലപ്പോൾ അതിനുള്ള ഒരു ടൈമിംഗ് ഉണ്ടാവും. ഓക്കെ, എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്നല്ലേ. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി എല്ലാം സ്ലോട്ടിൽ വീഴും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പൈലിലേക്ക് പോകാം. പൈൽ നമ്പർ 2, പിങ്ക്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു കാർഡ് മതി. ഓവറോൾ എനർജി എന്താണെന്ന് അറിയണം. ഒരു കാർഡ്, സോറി, 2 കാർഡ് വന്നാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്കിതിനകത്ത് ഒരു കാർഡ് മതി. ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് കാർഡെന്ന് പറയുമ്പോൾ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാർഡാണ്. സീരിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ, സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. ഇത് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയാവാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ പറ്റി തന്നെ ആവാം, അതൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളിവിടെ ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ഒന്നും വിഷമിപ്പിക്കാതിരിക്കുക.
ഇത് കുറച്ചൊരു സാറ്റേണിന് ഒരു ശനി എനർജി പോലെയാണ്. അതായത് കുറച്ച് ഓർഡേർഡായിട്ടും ഡിസിപ്ലിൻഡായിട്ടും നിങ്ങൾ ലൈഫിനെ കാണേണ്ടതുണ്ട്. മനസ്സിലായല്ലേ? കുറച്ച് മെച്യൂർഡായിട്ട് തിങ്ക് ചെയ്യേണ്ടതുണ്ട്. പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. ഇതാണ് നമുക്ക് ആദ്യം വന്നിരിക്കുന്ന കാര്യം. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫർദർ കാർഡ്സ് എടുത്ത് നോക്കാം. ടു ഓഫ് കപ്സ് നല്ല കാർഡാണ്. ബാക്കി കാർഡ്സ് വരട്ടെ, എന്നിട്ട് പറയാം. Four of Pentacles. ഓക്കെ ഹെർമിറ്റ് കാർഡ് വന്നു. ക്ലാരിഫിക്കേഷൻ എടുക്കട്ടെ. ലവേഴ്സ്, മജീഷ്യൻ, ഒരു കാർഡ് കൂടെ വന്നു. ഹൈ പ്രീസ്റ്റസ്, ഒരു കാർഡ് കൂടെ വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് വോൺസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ടു ഓഫ് കപ്സ് ഉണ്ട്, ലവേഴ്സ് കാർഡ് ഉണ്ട്, മജീഷ്യൻ ഉണ്ട്, ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, ഹെർമിറ്റ് കാർഡ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇതിൽ കാണുന്നത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ ഒരുപാട് സോൾമേറ്റ്സ് ഉള്ള ആൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ലവേഴ്സ് കാർഡ് ഉണ്ട്, ടു ഓഫ് കപ്സ് ഉണ്ട്. അതായത് ഒരുപാട് സോൾമേറ്റ്സ് ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ. പെട്ടെന്ന് പ്രണയത്തിൽ വീണു പോകുന്ന ആൾക്കാരായിരിക്കാം. പെട്ടെന്ന് പ്രണയത്തിൽ വീണു പോവുകയും അതായത് ഒരു പ്രണയത്തിൽ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പൊസസീവായിട്ട് പെരുമാറുകയും അതിലേക്കങ്ങ് ഒരുപാട് ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് കുറച്ച് പ്രശ്നമാണ്. ഒരു കൈൻഡ് ഓഫ് ഒബ്സസീവായിട്ടുള്ള എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പേഴ്സണെ വെറുതെ ഒരു കോയിൻസിഡൻസ് പോലെ മീറ്റ് ചെയ്തതല്ല. കാരണം ജഡ്ജ്മെൻറ്റ് കാർഡിൽ നിന്ന് അത് വ്യക്തമാണ്. വെറുതെ നിങ്ങളൊരു കോയിൻസിഡൻസ് പോലെ മീറ്റ് ചെയ്തെന്ന് നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല, ഇതൊരു ഡിവൈൻ പ്ലാൻ പോലുള്ള ഒന്നായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ ഈ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത് മെൻ്റലി അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, മെൻ്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവാണ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ അവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപാട് സോൾമേറ്റ്സ് ഉള്ളവരായിരിക്കും, ഒരുപാട് റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുള്ളവരായിരിക്കും. അത് അധികം നാളും തുടരാൻ പറ്റാതെ കട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ ഞാൻ പറഞ്ഞില്ലേ, അത്ര മെൻ്റലി അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ചിലപ്പോൾ പുറമേ അത് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സത്യത്തിൽ ഈ പേഴ്സൺ അങ്ങനെ ആരോടും ഒരു ബൗണ്ടറീസ് ഒന്നും വെക്കാത്ത ഒരാളാണ്.
ആർക്കും പെട്ടെന്ന് കയറി ഇടപെടാം ഇവരുടെ ലൈഫിൽ. ഫ്രണ്ട്സ് ആണേലും ഫാമിലി ആണേലും ഒക്കെ ഇടപെടാം, അഭിപ്രായം പറയാം, തിരുത്താം, അവരെ മാറ്റാം. അതായത് തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ എടുത്താൽ പെട്ടെന്ന് മാറ്റാം. അതത്ര സ്ട്രോങ് അല്ലാത്ത ആളായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കെപ്പോഴും നിലപാടുകൾ വേണം. മനസ്സിലായില്ലേ? ഇൻഡിസിസീവായിട്ട് നിന്നാൽ അതിലൊരുപാട് കുഴപ്പങ്ങളുണ്ട്. എനിക്ക് പൈസീസ്, ജെമിനായി, സോഡിയാക്സ് ഒക്കെ ഇവിടെ കുറേ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. കാരണം ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ടായതുകൊണ്ട് കുറച്ചൊരു സീക്രട്ടീവായൊരു എനർജി കൂടിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു റിലേഷൻഷിപ്പിലായാൽ അതിൽ കമ്മിറ്റ് ചെയ്യാൻ ഈ പേഴ്സണ് പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ചിലരങ്ങനെയാണ്, ഒന്നിനോട് ഒരു കമ്മിറ്റ് ചെയ്യില്ല. ഒരു റിലേഷൻഷിപ്പിലായാൽ അത് സീരിയസ് ആണെന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് ഉൾവലിഞ്ഞ് അത് അവരവരുടെ ഉള്ളിലേക്ക് അങ്ങ് പോവും. പെട്ടെന്ന് അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കും. സീരിയസ് ആയിട്ട് കഴിയുമ്പോഴായിരിക്കും അവരവരുടെ ഈ ബലഹീനതകളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങനെ സ്വയം അവരായിട്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുകയും, നമ്മളതിനെ ഇംഗ്ലീഷിൽ പറയും സെൽഫ് സാബോട്ടാജിങ് എന്ന് പറയും. ഓക്കെ, അവരായിട്ട് തന്നെ നിങ്ങളോട് അപ്രോച്ച് ചെയ്തതായിരിക്കും. പക്ഷേ അവരായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തതാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ അവർ തന്നെ പറയും എനിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ആ റിലേഷൻഷിപ്പ് നശിപ്പിക്കും. അപ്പോൾ ഇതൊരു തരം ഫോബിയയാണ്. അപ്പോൾ ഈ വ്യക്തി ഒരാളോട് അടുപ്പം കാണിക്കാനോ ഒരു ഫ്രണ്ട്ഷിപ്പിലാവാനോ റിലേഷൻഷിപ്പിലാവാനോ ഒന്നും ഇവർക്കധികം സമയം വേണ്ട. ചിലപ്പോൾ ഇവർ ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ക്വീൻ ഓഫ് വോൺസ് ഉണ്ടായതുകൊണ്ട് തന്നെ, മജീഷ്യനൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ചാമിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിലിരിക്കുന്നവരായിരിക്കും. ഓക്കെ, ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനാണേലും ഈ വ്യക്തിക്ക് അവരതിനൊക്കെ റെഡിയാണ്. ഓക്കെ, പക്ഷെ കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരവരുടെ പ്രോബ്ലംസ് എല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ അതിൽ നിന്ന് എന്ത് ചെയ്യും? പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പിന്നെ എന്തിനാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, ഒരു ഷാഡോ സൈഡ് ഉണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരാനും ഹീൽ ചെയ്യാനുമാണ്. ചിലപ്പോൾ നിങ്ങൾ യൂഷ്വലി ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ നോൺ കമ്മിറ്റലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ ആയിരിക്കാം ലൈഫിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതിനു മുൻപും വേറെ ബ്രേക്കപ്പ്സ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളുടെ പോരായ്മകളെ തിരിച്ചറിയണം. ഓക്കെ, അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഈ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം. ഇത് അധികകാലം ആയ ഒരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ഡേറ്റിംഗ് ഫേസൊക്കെ കഴിഞ്ഞവരായിരിക്കാം. ഒരു ഡീപ്പായ ഒരു കണക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് ഇങ്ങനെ റെസിസ്റ്റീവായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര ഡിഫെൻസീവായിട്ട് നിൽക്കും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതാണ് മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന എനർജിയാണ് 9 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഡീപ്പായ ഒരു ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ പെട്ടെന്ന് തമ്മിലടുക്കും. ചിലപ്പോൾ ഒരേ ഇൻട്രസ്റ്റുകളും ഒരേ ഹോബീസും ഒക്കെ ഒരേ ഇമോഷണൽ സൈഡും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. റിലേഷൻഷിപ്പിന് അധികം പഴക്കമില്ല. പക്ഷേ ഉണ്ടായ ആ ഒരു ബോണ്ടിങ് നിങ്ങളെ അലട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളും ഈ പേഴ്സണെ പോലെ വീക്കായിട്ടിരിക്കാതെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ആക്റ്റീവ് ആക്കുക. ഓക്കെ, ആദ്യം വന്ന കാർഡ് പോലെ ജഡ്ജ്മെൻറ്റ് കാർഡ്, ലൈഫിനൊരു ഓർഡറും ഡിസിപ്ലിനും കൊണ്ടുവരിക. ഇതൊന്നിൻ്റെ അവസാനമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ മാത്രമല്ല, റിലേഷൻഷിപ്പുകൾ ഉണ്ടാവുന്നത് മാത്രമല്ല, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വലിയൊരു സ്ഥാനമുണ്ട്. റിലേഷൻഷിപ്സൊക്കെ വരുമ്പോൾ
പക്ഷേ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മുടെ ലൈഫ് കൊണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. മനസ്സിലായല്ലേ? നിങ്ങൾക്ക് അത്രയും ഒരു ഹയർ അതോറിറ്റിയിലേക്കൊക്കെ പോകാനുള്ള ഒരു കാലിബറുള്ള ആൾക്കാരാണിത്. ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് പ്രത്യേകിച്ച്. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ ഒബ്സഷൻ കാണിക്കാണ്ട്, അത് വേണ്ടാന്നല്ല, നമ്മൾ അതിൽ മാത്രം ഒതുങ്ങി പോകേണ്ടവരല്ല നിങ്ങൾ. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ വന്നു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോരുത്. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതധികം നോക്കണ്ട, മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് പോയിട്ട് ഇനിയിപ്പോൾ നാളെ വേറൊരു റിലേഷൻഷിപ്പ് വന്നെന്ന് കരുതിക്കോ, അവിടെയും ചിലപ്പം ബ്രേക്ക് ഉണ്ടാവാം. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ കണ്ടെത്തുന്നത് വരെ ഇങ്ങനെ തുടരും. ഓക്കെ. ഇത് സാധാരണ ഇങ്ങനെ കണ്ടുവരുന്നത്, നമ്മൾ ആസ്ട്രോളജിക്കലി പറയും രാഹു 7th ഹൗസിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതിങ്ങനെ യൂഷ്വലി, അതായത് റിലേഷൻഷിപ്പിലോട്ട് ഒബ്സഷൻ വരും. ഒരുപാട് റിലേഷൻഷിപ്പിലുണ്ടാവും. ഓക്കെ, അത് പെട്ടെന്ന് ബ്രേക്കായി പോവുകയും ചെയ്യും. മാരേജും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പെട്ടെന്ന് ബ്രേക്കായി പോയി വേറൊരു വിവാഹം കഴിച്ച് അതും ചിലപ്പം ബ്രേക്കായിപ്പോയി. അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചാൽ അതെല്ലാം ബ്രേക്കാവും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ റിലേഷൻഷിപ്പായി പറഞ്ഞ കണക്ക് ബ്രേക്കായി പോവാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നിൻ്റെ അവസാനമൊന്നുമല്ല. അപ്പോൾ ഒന്നിലും അങ്ങനെ ഒരുപാട് ഇമോഷൻസ് കൊടുക്കാതിരിക്കുക. നിങ്ങൾ ലൈഫ് ലെസൺ എന്താണോ അത് പഠിക്കുന്നത് വരെ ഇതിങ്ങനെ തുടരും. അപ്പോൾ ആത്മാർത്ഥത വേണ്ടെന്നല്ല, സിൻസിയറിറ്റി വേണം. പക്ഷെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന, ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു ബന്ധവും കൊണ്ടുപോകരുത്. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒബ്സഷൻ എപ്പോൾ നിങ്ങൾ നിർത്തുന്നോ, നിങ്ങൾ കുറേ കൂടെ ഒന്ന് എന്താ പറയുക, സ്പിരിച്വൽ ആവണം. സ്പിരിച്വൽ സൈഡിലേക്ക് കുറേ കൂടി ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് കുറേ മാറും. ഓക്കെ. അതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പിൽ പെടണം. റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ, അതിൽ ബ്രേക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ബന്ധം അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കരുതിയാൽ മതി. ഇതിൽ ഞാൻ കൃത്യമായിട്ട് പറയും മൂവ് ഓൺ ചെയ്യാൻ, നോ ഡൗട്ട്. ഓക്കെ. ഇത് കൂടുതൽ ഇതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അറിയാം അതിന് ഉത്തരം. നിങ്ങൾക്കറിയാം ഇത് മൂവ് ഓൺ ചെയ്യേണ്ടതൊന്നു തന്നെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഓക്കെ. അതറിയാവുന്ന നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഒരുപാട് ടാലൻറ്റുകളുള്ള ഒരാളാണ് നിങ്ങൾ. അത് എന്താണിത്? നമ്മളപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യുക ഒരുപാട്. ഓക്കെ. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.